ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുവിൻ്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ അടുത്തതായി ഗുരു പറയുന്നത് ശുചിത്വമാണ്. ശുചിത്വം എന്നുള്ള ഒറ്റ വാക്കിൽ ഒരുപാട് കാര്യങ്ങളെ ഗുരു ചേർത്ത് പറയുകയാണ്. കാരണം മനുഷ്യന് മാത്രമാണ് ശുചിത്വത്തിൽ കുറച്ച് ശ്രദ്ധ ഉള്ളത് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യനേക്കാളും എത്രയോ ശുചിത്വമുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. നമ്മൾ നിരീക്ഷിക്കാത്തതുകൊണ്ട് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗുരു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പൂച്ചയെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം പൂച്ചയെ ആരും പഠിപ്പിക്കാറില്ല. പക്ഷെ അത് മലശോധനയ്ക്ക് പോകുമ്പോൾ അതൊരു കുഴിയെടുത്ത് അതിൽ കാഷ്ടിച്ച് മണ്ണിട്ട് മൂടും. ഇതിനെ ആരാണിത് പഠിപ്പിച്ചത്? മനുഷ്യൻ ഇത്രയും പഠിപ്പുള്ളവനായിട്ടും അവൻ മറ്റ് ഗ്രഹങ്ങളിൽ പോവുകയും അതേപോലെ തന്നെ മറ്റ് ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഒക്കെ കരസ്ഥമാക്കിയിട്ടും സ്വന്തം ശുചിത്വത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല എന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളാണ്. ഇപ്പോൾ ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, ഗൃഹശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ ഈ 5 ശുചിത്വം ചേരുമ്പോഴാണ് ശരിക്കുള്ള ശുചിത്വം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ 5 രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്? അത് മനുഷ്യന് മാത്രമുള്ള ഒരു കാര്യമാണ്. കാരണം അവന് വിവേകമുണ്ട്. ആ വിവേകം പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഇല്ല എന്ന് നമ്മൾ പറയും. ശരിയാണ്. കാരണം നമ്മൾക്ക് അവരുടെ ഭാഷ അറിയില്ല, നമുക്ക് അവരുടെ മറ്റ് ഡീലിങ്സ് ഒന്നും അറിയില്ല. പക്ഷേ മനുഷ്യൻ പറയുന്നത് കേട്ട് അനുസരിച്ച് ചെയ്യാനും മനുഷ്യനേക്കാളും ബുദ്ധിയൊക്കെ കാണിക്കുന്ന മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യന് മാത്രമുള്ള ഈ വിവേകം അവൻ്റെ ആത്മോന്നതിക്ക് വേണ്ടി, അവൻ വീണ്ടും ഈ അജ്ഞാനത്തിൽപ്പെട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ വിവേകം ഉപയോഗിക്കേണ്ടത്. പക്ഷേ ആ വിവേകം ആ രീതിയിൽ അവൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ശരീരശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരുപാട് സമയവും ഒക്കെ ആവശ്യമുള്ളതാണ്. പക്ഷേ ഒരു ഗൃഹസ്ഥ ആശ്രമി അവൻ്റെ വീട്ടിൽ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ആചരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശുചിത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഭൂരിഭാഗം ആളുകളും പഠിപ്പുള്ളവരും അല്ലാത്തവരും പോകുന്ന വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അത് റോട്ടിൽ എവിടെയെങ്കിലും വലിച്ചെറിയും. എന്തുകൊണ്ട്? അവൻ പഠിപ്പുള്ളവനാണ്. അവൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാകുന്നില്ല? ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ശുചിത്വ ബോധം എവിടെ നിന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്? നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഗൃഹത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അച്ഛനും അമ്മയും, അതായത് ഗൃഹനാഥനും ഗൃഹനാഥയും എന്താണോ ചെയ്യുന്നത് അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി റോട്ടിലിട്ട് കഴിഞ്ഞാൽ അത് എത്രയോ ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള റോഡുകളും ദൂരേക്ക് പോകുമ്പോഴൊക്കെ നമുക്കിത് കാണാം. എന്നിട്ട് നമ്മൾ കുറ്റപ്പെടുത്തും, അത് പഞ്ചായത്തുകാർ, മുനിസിപ്പാലിറ്റിക്കാർ വൃത്തിയാക്കുന്നില്ല എന്ന്. എന്തൊരു വിരോധാഭാസമാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പോലെ സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ഒരു മഹാത്മാവ്, സന്യാസി, ശുചിത്വത്തെക്കുറിച്ച് ഭൗതികമായിട്ടുള്ള അറിവ് സമ്പാദിച്ച ആളുകളോട് സംസാരിക്കുകയാണ്.
സംസാരിക്കേണ്ട അവസ്ഥ വരികയാണ്. പണ്ട് തുടങ്ങിയ മഹർഷിമാരിത് പറയുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഗുരു എന്ന മഹർഷി ഇതുപോലെ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നി കാര്യങ്ങൾ പറയുന്നത്. ഉദാഹരണ സഹിതം പറയുകയാണ്. ഒരു പൂച്ചയ്ക്കുള്ള ബുദ്ധി പോലും നമുക്ക് ഇല്ല, പ്രാവർത്തികമാക്കുന്നില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, കാഞ്ഞ ബുദ്ധി എല്ലാവർക്കുണ്ട്. പക്ഷേ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മഹർഷിക്ക് ഇത് പറയേണ്ടി വരുന്നത്, സൂചിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ശുചിത്വത്തെക്കുറിച്ച് ബോധവാനാണ് എങ്കിൽ, അല്ലെങ്കിൽ അമ്മ ബോധവതിയാണ് എങ്കിൽ, ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ ഈ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കാം. ഇപ്പോൾ പലരും വീട്ടിൻ്റെ ഇറയത്തിരുന്നിട്ട് പുറത്തേക്ക് കാർക്കിച്ച് തുപ്പാറുണ്ട്. മുറുക്കുന്നവർ മുറുക്കി തുപ്പാറുണ്ട്. ഇത് കണ്ടല്ലേ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? ഇതെല്ലാം ചവിട്ടി ആണ് അകത്തേക്ക് നമ്മൾ വരുന്നത്. ഇങ്ങനെ റോട്ടിലായാലും ശരി, മറ്റു ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ വേസ്റ്റുകൾ ഇടുന്നതും ശുചിത്വമില്ലാതെ ആക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ശുചിത്വത്തിന് അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഓരോ അച്ഛനും അമ്മയുമാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഉണർവ് ഉണ്ടാകണമെന്ന് അറിവുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടതും. തീർത്ഥാടനത്തിന് വരുമ്പോൾ ആ അറിവ് നമ്മൾ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.